നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മൂന്നാറിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട ഒരാൾ മരിച്ചു. മിനി ലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണാണ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. വീട്ടിൽ സൂക്ഷിച്ച 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. അജീഷാണ് പിടിയിലായത്. കഴിഞ്ഞ 2 മാസമായി മഴ തുടരുന്നു. ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ. മെയ് 2ാം വാരം ആരംഭിച്ച മഴ ഇനിയും നിലയ്ക്കാതെ തുടരുകയാണ്. മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചെരിഞ്ഞു. വിശദമായ വാർത്തകളിലേക്ക്. മൂന്നാറിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട ഒരാൾ മരിച്ചു. മിനി ലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണാണ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. ചിത്തിരപുരം സൗത്തിൽ താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നത്. മൂന്നാർ ദേവികുളം റോഡിൽ പഴയ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് സമീപത്താണ് മണ്ണിടിച്ചിലുണ്ടായത്. റോഡിന് മുകളിൽ നിന്നും മണ്ണ് താഴത്തേക്ക് ഇടിഞ്ഞെത്തുകയായിരുന്നു. ഈ സമയം ഇതുവഴി സഞ്ചരിച്ച തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനം ഓടിച്ചിരുന്ന ചിത്തിരപുരം സൗത്തിൽ താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശനാണ് മരിച്ചത്. മണ്ണിടിഞ്ഞ് ലോറിക്ക് മുകളിലേക്ക് വീണതിനെ തുടർന്ന് ലോറി ബൊട്ടാണിക്കൽ ഗാർഡന്റെ ഭാഗത്തുള്ള താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. 2018 വൻ മലയിടിച്ചിലുണ്ടായ ഭാഗത്താണ് വീണ്ടും മണ്ണിടിഞ്ഞത്. അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ 2 പേരുണ്ടായിരുന്നു. സംഭവശേഷം വാഹനത്തിൽ നിന്നും രക്ഷപ്പെട്ട പുറത്തെത്തിയയാൾ വിവരം മറ്റുള്ളവരെ അറിയിച്ചു. ഉടൻ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും എത്തി ഗണേശനെ പുറത്തെടുത്ത് മൂന്നാറിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സിറ്റി വിഷൻ മൂന്നാർ. വീട്ടിൽ സൂക്ഷിച്ച 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. ലക്ഷ്മി എസ് വളവ് കോളനി സ്വദേശി അജീഷാണ് പിടിയിലായത്. ഇയാൾ താമസിച്ചു വരുന്ന വീട്ടിൽ നിന്നുമാണ് കഞ്ചാവ് കണ്ടെടുത്തത്. വീട്ടിൽ സൂക്ഷിച്ച 1.5 കിലോയോളം കഞ്ചാവാണ് അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പ്രതിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. ലക്ഷ്മി എസ് വളവ് കോളനി സ്വദേശിയായ അജീഷ് കല്ലാർ മാങ്കുളം കവല ഭാഗത്താണ് താമസിച്ചു വന്നിരുന്നത്. കല്ലാർ മാങ്കുളം കവല ഭാഗത്ത് നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് അജീഷ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി കല്ലാർ, മാങ്കുളം, മൂന്നാർ മേഖലകളിൽ വിൽപ്പന നടത്തുന്നതിനായി വീട്ടിൽ സൂക്ഷിച്ചു വരികയാണ് പ്രതി പിടിയിലായതെന്നാണ് നർക്കോട്ടിക് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. എക്സൈസ് ഇൻസ്പെക്ടർ രാഹുൽ ശശി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ ദിലീപ് എൻ കെ, ബിജു മാത്യു, സിവിൽ എക്സൈസ് ഓഫീസർ അബ്ദുൾ ലത്തീഫ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ വിസ്മയ മുരളി എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സിറ്റി വിഷൻ അടിമാലി. കഴിഞ്ഞ 2 മാസമായി മഴ തുടരുന്നു. ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ. മെയ് 2ാം വാരം ആരംഭിച്ച മഴ ഇനിയും നിലയ്ക്കാതെ തുടരുകയാണ്. തുടർച്ചയായി മഴ പെയ്തതോടെ രോഗബാധയിൽ കാർഷിക മേഖല തകർച്ചയിലുമായി. മഴ തുടരുന്ന സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് പണി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായതോടെ ഹൈറേഞ്ചിലെ സാമ്പത്തിക മേഖല തകർന്നിരിക്കുകയാണ്. ഉൽപാദന മേഖലയിലെ തകർച്ച വ്യാപാര മേഖലയെയും സാരമായി ബാധിച്ചു കഴിഞ്ഞു. മെയ് 2ാം വാരം ആരംഭിച്ച മഴ ജൂലൈ അവസാനിക്കാറായിട്ടും തിമിർത്ത് പെയ്യുകയാണ്. മഴ കാരണം സമീപത്തെ ജലസ്രോതസ്സുകൾ നിറഞ്ഞു കവിഞ്ഞു. തീരദേശത്തുള്ളവർ ഭയപ്പാടിലാണ് കഴിയുന്നത്. തുടർച്ചയായുള്ള മഴയിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഭീഷണിയിലുമാണ് ഉയർന്ന പ്രദേശങ്ങൾ. പലയിടത്തും ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത്. തുടർച്ചയായുള്ള മഴ കാരണം ഏലം പോലുള്ള വിളകൾ രോഗബാധയ്ക്കും ഇടയായി. തോരാമഴ പെയ്യുന്നതിനാൽ തൊഴിലാളികൾക്ക് പണിയെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയും നിലനിൽക്കുന്നു. ഇതോടെ പല കുടുംബങ്ങളും പട്ടിണിയുടെ വക്കിലാണ്. തുടർച്ചയായുള്ള മഴ കാരണം ഉൽപാദനം 4-1 കുറഞ്ഞു. ഉൽപാദന മേഖല തകർച്ചയുടെ വക്കിലെത്തിയതോടെ ഇത് വ്യാപാര മേഖലയ്ക്കും തിരിച്ചടിയായി. കനത്ത മഴയെ തുടർന്ന് കർഷകരും കർഷക തൊഴിലാളികളും വ്യാപാരികളും ആകെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മൊത്തം ഹൈറേഞ്ചിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഏലകൃഷിയെ ആശ്രയിച്ചാണ് കാർഷിക മേഖല, വ്യാപാര മേഖല മൊത്തത്തിൽ പോകുന്നത്. അതിൽ ഏലച്ചെടികളുടെ അഴുകൽ മൂലം അതൊരു വലിയ പ്രതിസന്ധി. കനത്ത മഴയെ തുടർന്ന് കാ പിടിക്കാതെ വരുന്ന വലിയ പ്രതിസന്ധി. അതുപോലെ പണികൾ തോട്ടത്തിലൊക്കെ നിർത്തിവെച്ചേക്കുന്നത് കൊണ്ടും കർഷകരും കർഷക തൊഴിലാളികളും വളരെ പ്രതിസന്ധിയിലാണ്. അതോടൊപ്പം തന്നെ ഈ എസ്റ്റേറ്റ് മേഖല, മറ്റു മേഖല, അന്യസംസ്ഥാന തൊഴിലാളികളെയാണ്
ആശ്രയിച്ച് ഇപ്പോൾ ഇടുക്കി ജില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. രോഗപ്രതിരോധത്തിന് പണമില്ലാത്തതിനാൽ സാധാരണ കർഷകരും പ്രതിസന്ധിയിലാണ്. പല കുടുംബങ്ങളും കടം വാങ്ങിയാണ് കുടുംബം പുലർത്തിപ്പോരുന്നത്. തോട്ടം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി. നനഞ്ഞൊലിച്ച ലയത്തിൽ ജീവൻ പണയം വെച്ചാണ് ഇവർ കഴിയുന്നത്. വേലയും കൂലിയുമില്ലാതെ പട്ടിണിയുടെ പടിവാതിൽക്കലാണ് ഭൂരിഭാഗം തോട്ടം തൊഴിലാളി കുടുംബങ്ങളും. ജീവിതം തന്നെ വഴിമുട്ടിയ രീതിയിലാണ് വ്യാപാരികൾ. മഴ കാരണം സ്കൂൾ സീസൺ നഷ്ടപ്പെട്ടു. ലക്ഷങ്ങൾ കടം വാങ്ങി വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ വായ്പയുടെ പലിശ പോലും തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. ഇതേ പ്രതിസന്ധി തുടർന്നാൽ മഴയുടെ ദുരിതത്തിൽ സമസ്ത മേഖലയും പ്രതിസന്ധിയിലാണെന്ന് പറയാം. സിറ്റി വിഷൻ, ഉപ്പുതറ. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദേവികുളം താലൂക്കിൽ ശക്തമായ മഴ തുടരുകയാണ്. അടിമാലിയിലടക്കം താലൂക്കിലെ ഒട്ടുമിക്കയിടങ്ങളിലും പരക്കെ മഴ പെയ്യുന്ന സ്ഥിതിയുണ്ട്. കല്ലാർകുട്ടി വെള്ളത്തുവൽ റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. കല്ലാർകുട്ടി പൊന്മുടി അണക്കെട്ടുകൾ തുറന്നു. ദേശീയപാത 85-ൽ ചിലയിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. ചീയപ്പാറയ്ക്ക് സമീപം ദേശീയപാതയിൽ മരം കടപുഴകി വീണ ഗതാഗതം തടസ്സപ്പെട്ടു. വെള്ളത്തുവൽ മുതുവാൻകുടി റോഡിലും ഗതാഗത തടസ്സമുണ്ടായി. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ദേവികുളം താലൂക്കിന്റെ ഒട്ടുമിക്കയിടങ്ങളിലും ഇടതടവില്ലാതെ ശക്തമായ മഴയാണ് പെയ്യുന്നത്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്ന സ്ഥിതിയുമുണ്ട്. കല്ലാർകുട്ടി വെള്ളത്തൂവൽ റോഡിൽ വെള്ളത്തൂവൽ യാക്കോബായ പള്ളിക്ക് സമീപം റോഡിലേക്ക് മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. മണ്ണ് നീക്കി പിന്നീട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. മുതുവാൻകുടി വെള്ളത്തൂവൽ റോഡിൽ വെള്ളത്തൂവൽ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം മുളങ്കൂട്ടം റോഡിലേക്ക് പതിച്ച ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാത 85-ൽ വാളറയ്ക്ക് സമീപം മണ്ണിടിഞ്ഞെങ്കിലും ഗതാഗത തടസ്സമുണ്ടായില്ല. ശക്തമായ മഴ തുടരുന്നതിനാൽ പുഴകളിലും തോടുകളിലും വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നു. മുതിരപ്പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിലായി. വാളറ KTDC പടിക്കൽ നിന്നും കുളമാൻകുഴിക്ക് പോകുന്ന പാതയിലെ ചപ്പാത്തിൽ വെള്ളം കയറി. ഇരുമ്പുപാലം പടിക്കപ്പ് മേഖലയിൽ ശക്തമായ മഴയിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപം കൊണ്ടിട്ടുണ്ട്. കനത്ത മഴ തുടർന്നാൽ കല്ലാർ മാങ്കുളം റോഡിലെ താഴ്ന്ന ഭാഗങ്ങൾ വെള്ളത്തിലാകും. ജലനിരപ്പ് ഉയർന്നതോടെ കല്ലാർകുട്ടി പൊന്മുടി അണക്കെട്ടുകൾ തുറന്നു. മറ്റണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചു. ശക്തമായ മഴ മുന്നറിയിപ്പിന്റെ സാഹചര്യത്തിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ ജാഗ്രത പുലർത്തിപ്പോരുന്നുണ്ട്. സിറ്റി വിഷൻ, ദേവികുളം. കനത്ത മഴയെ തുടർന്ന് മൂന്നാറിൽ ടൗണിൽ മണ്ണിടിഞ്ഞ് വഴിയോര കടകൾ തകർന്നു. ടൗണിൽ ആറോ ജംഗ്ഷൻ സമീപത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത്. മൺതിട്ട ഇടിഞ്ഞു വീഴുന്നതിനെ തുടർന്ന് 3 വഴിയോര കടകൾ തകർന്നു. കടകളിൽ ആളുകൾ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് മൂന്നാർ ടൗണിന് സമീപം മണ്ണിടിച്ചിലുണ്ടായത്. റോഡിന് മുകൾ ഭാഗത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വഴിയോരത്തുള്ള പെട്ടിക്കടകൾക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു. സംഭവത്തിൽ 3 വഴിയോര കടകൾ തകർന്നു. പെരിവാര സ്വദേശി രാമസ്വാമി, മൂന്നാർ MG നഗർ സ്വദേശികളായ ഗണേശൻ, നാഗരാജ് എന്നിവരുടെ കടകളാണ് തകർന്നത്. KDHP ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപത്തായാണ് മണ്ണിടിച്ചിലുണ്ടായത്. 50 അടിയോളം ഉയരമുള്ള മൺതിട്ടയാണ് കടകൾക്ക് മുകളിലേക്ക് പതിച്ചത്. കടകൾ നേരത്തെ അടച്ചതിനാൽ ആളപായം ഉണ്ടായില്ല. മണ്ണിടിച്ചൽ ഭീഷണിയെ തുടർന്ന് ആറോ ജംഗ്ഷനിൽ ഗതാഗതം തടഞ്ഞു. വാഹനങ്ങൾ ബൈപ്പാസ് റോഡ് വഴി തിരിച്ചുവിട്ടു. പിന്നീട് യന്ത്രസഹായത്തോടെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മൂന്നാർ മേഖലയിൽ ശക്തമായ മഴയാണ് പെയ്തിറങ്ങിയത്. സിറ്റി വിഷൻ, മൂന്നാർ. മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ അവശ്യനിലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചരിഞ്ഞു. അണക്കെട്ടിന്റെ ക്യാച്ച്മെന്റ് ഏരിയയുടെ ഭാഗമായ പുൽമേട്ടിലാണ് കാട്ടാനക്കുട്ടിയെ ഇന്നലെ രാവിലെ അവശ്യനിലയിൽ കണ്ടെത്തിയത്. വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചുവെങ്കിലും കുട്ടിയാന ചെരിയുകയായിരുന്നു. മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിലാണ് പുൽമേട്ടിൽ കാട്ടാനക്കുട്ടിയെ അവശനിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം ജനിച്ച കാട്ടാന കുഞ്ഞായിരുന്നു ഇതെന്നാണ് ആദ്യം കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് കുട്ടിയാന ജനിച്ചിട്ട് ഏതാനും ദിവസങ്ങളായെന്നും കുട്ടിയാന അവശനിലയിലാണെന്നും കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ രാവിലെയാണ് സംഭവം വനംവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉടൻ ആനക്കുട്ടിയെ നിരീക്ഷിക്കുവാൻ RRT സംഘത്തിന് നിർദ്ദേശം നൽകി. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ആനക്കുട്ടി നടക്കാതെ വന്നതോടെ പിടിയാനയും മറ്റൊരു മോഴയാനയും അടക്കം ഇവിടെ തമ്പടിച്ചിരുന്നു. ആനകൾ ഇവിടെ നിന്നും മാറിയ സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലാണ് ആനക്കുട്ടിയെ അവശനിലയിലാണെന്ന് കണ്ടെത്തിയത്. തുടർന്ന് വെറ്റിനറി ഡോക്ടറെ എത്തിച്ച് കാട്ടാനക്കുട്ടിയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനും ചികിത്സ ലഭ്യമാക്കുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിച്ചുവെങ്കിലും കുട്ടിയാന ചെരിയുകയായിരുന്നു. കുട്ടിയാനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. ഇതിനുശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നും വനംവകുപ്പ് വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ. ഇടവേള. മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ, നീതി തേടുന്ന ജനങ്ങൾ.
കണ്ടിട്ടും കാണാത്ത അധികൃതർ തുറന്നു കാട്ടുകയാണ് സിറ്റി വിഷൻ. ഇനിയും പുറത്തു വരാത്ത നേരിന്റെ വലിയ കഥകൾ തേടിയൊരു യാത്ര. ദ ബിഗ് സ്റ്റോൺ. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നെടുങ്കണ്ടം ബ്ലോക്ക് പ്രവർത്തക യോഗവും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടന്നു. സംഘടനയുടെ സംസ്ഥാന കൗൺസിലർ KP ദിവാകരൻ പ്രവർത്തക യോഗം ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G വിജയകുമാർ ബോധവൽക്കരണ ക്ലാസും നയിച്ചു. മുണ്ടിയെരുമ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന കൗൺസിൽ അംഗം KP ദിവാകരൻ പ്രവർത്തക യോഗവും നെടുങ്കണ്ടം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ G വിജയകുമാർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാലക്കാട് ഈ വർഷം പാലക്കാട് നടന്ന അതിദാരുണമായ സംഭവം നിങ്ങൾ വാർത്ത വായിച്ച് മറന്നിട്ടുണ്ടാവും. പക്ഷേ ഡി-അഡിക്ഷൻ സെന്ററിൽ നിന്ന് വന്ന മകൻ അമ്മയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ എന്തിനുണ്ടാക്കി, എന്തിന് ആഹാരം തന്നു, എന്തിന് സേവിച്ചു, എന്തിന് വളർത്തി. അതിനുശേഷം ആ അമ്മയെ വെട്ടിക്കൊന്നു. സ്വന്തം അമ്മയെ മയക്കുമരുന്നിനടിമയായ ആ മകൻ. അതിനുശേഷവും നടന്നു പാലക്കാട് കഴിഞ്ഞ 2 മാസം അമ്മയെ വെട്ടിക്കൊന്നു മയക്കുമരുന്നിനടിമയായ മകൻ. നമ്മളതൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല. നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്തതുകൊണ്ട് നമുക്കിതൊന്നും ചർച്ചകളല്ല. പക്ഷേ ബ്ലോക്ക് പ്രസിഡന്റ് V രഘുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KR രാമചന്ദ്രൻ, K സരോജിനി, ബ്ലോക്ക് യൂണിറ്റ് ഭാരവാഹികളായ KC സജീവൻ, KV പരമേശ്വരൻ, ജോയി ജോസഫ്, അവിര ഉലഹന്നാൻ, MS ജോസഫ്, S ജോർജ, ഡോക്ടർ പ്രസാദ് ചന്ദ്രൻ, K രാമചന്ദ്രൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. അടിമാലി ക്ഷീരവികസന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ക്ഷീരവികസന സമ്പർക്ക പരിപാടി കർഷക മൈത്രി സംഘടിപ്പിച്ചു. ആനച്ചാലിലായിരുന്നു പരിപാടി നടന്നത്. ശാസ്ത്രീയമായ തീറ്റക്രമം, ശാസ്ത്രീയമായ പശുപരിപാലനം തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ക്ഷീരവികസന വകുപ്പ് അടിമാലി യൂണിറ്റിന്റെയും ഹൈറേഞ്ച് ഡയറി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ആനച്ചാലിൽ ക്ഷീരവികസന സമ്പർക്ക പരിപാടിയായ കർഷക മൈത്രി സംഘടിപ്പിച്ചത്. ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് കൂടുതൽ നിർദ്ദേശങ്ങളും അറിവുകളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പാലിന്റെ അളവിനനുസരിച്ച് നമ്മൾ കാലിത്തീറ്റ മാറ്റി കൊടുക്കണം. ഇപ്പം ഇടുക്കി ആണെങ്കിൽ 10 ലിറ്റർ വരെയുള്ള പശുവിനും എലൈറ്റ് 10 ലിറ്ററിന് മുകളിലേക്കുള്ളതാണെങ്കിൽ എലൈറ്റ് കാലിത്തീറ്റയും, പിന്നെ അതിന് മുകളിലേക്കുള്ളതാണെങ്കിൽ ഡയറി വെച്ച്. ഇതാണ് നമ്മൾ തീറ്റക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ശാസ്ത്രീയമായ തീറ്റക്രമം, ശാസ്ത്രീയമായ പരിപാലനം. ഹൈറേഞ്ച് ഡയറി പ്രസിഡന്റ് സാജു സ്കറിയ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ കേരള ഫീഡ്സ് യൂണിറ്റ് ഹെഡ് സുജിത്ത, അടിമാലി DEO ജാസ്മിൻ CA എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഹൈറേഞ്ച് ഡയറി ബോർഡ് മെമ്പർ ഉണ്ണി, വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ജോർജ് എന്നിവർ സംസാരിച്ചു. നിരവധി ക്ഷീരകർഷകരും പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രൈവറ്റ് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി 28 മുതൽ ഓഗസ്റ്റ് 1 വരെ സെക്രട്ടേറിയറ്റ് പടിക്കൽ സത്യഗ്രഹം നടത്തും. കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിലെ കാലതാമസം ഒഴിവാക്കുക, മണൽവാരൽ ഉടൻ ആരംഭിക്കുക, സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക, ക്വാറി മാഫിയകളെ നിയന്ത്രിക്കുക, കേസ്മാർട്ടിലെ അപാകത പരിഹരിക്കുക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടത്തുന്നതെന്ന് കട്ടപ്പനയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ലിറ്റീഷ് കെ മാത്യു, വൈസ് പ്രസിഡന്റ് എം കെ രാജേഷ്, PN റെജി എന്നിവർ അറിയിച്ചു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2025 ജൂലൈ മാസം 28 മുതൽ ഓഗസ്റ്റ് മാസം 1 വരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ 5 ദിന സത്യാഗ്രഹം സംഘടിപ്പിക്കുകയാണ്. കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികൾ ഉന്നയിച്ചുകൊണ്ടാണ് സംഘടന സമരരംഗത്തേക്ക് വന്നിട്ടുള്ളത്. കരാറുകാർക്ക് ലൈസൻസ് അനുവദിക്കുക, മണൽവാരൽ ഉടൻ ആരംഭിക്കുക, സൈറ്റ് ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക, ക്വാറി ഉൽപ്പന്നങ്ങളുടെ വില ഏകീകരിക്കുക, കേസ്മാർട്ടിലെ അപാകതകൾ പരിഹരിക്കുക, നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഉപ്പുതറ 9 ഏക്കർ വിശുദ്ധ അൽഫോൻസ ദേവാലയത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാള് സമാപിച്ചു. ഭക്ത്യാദരപൂർവ്വം ആഘോഷിക്കപ്പെടുന്ന തിരുനാളിന് ഫൊറോന വികാരി റവറന്റ് ഫാദർ ഡൊമിനിക് കാഞ്ഞിരത്തിനാൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് റവറന്റ് എബ്രഹാം പത്തിൽ നേതൃത്വം നൽകി. ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന അസിസ്റ്റന്റ് വികാരി റവറന്റ് ജോസഫ് നിരവത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന് നടത്തി. തിങ്കൾ 5 PM വിശുദ്ധ തിരുനാൾ കുർബാന, നൊവേന സന്ദേശം എന്നിവയ്ക്ക് സെന്റ് ജോർജ് ചർച്ച് ജോർജിയ വികാരി റവറന്റ് ഫാദർ വിനീത് മേക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ലത്തീഞ്ഞ, നേർച്ച എന്നിവയ്ക്ക് ശേഷം ആകാശവിസ്മയവും തുടർന്ന് കൊടിയിറക്കും നടക്കും. ജനറൽ കൺവീനർ ബിനു തോമസ്, വികാരി റവറന്റ് ഫാദർ ഡൊമിനി കാഞ്ഞിരത്തിനാൽ, റവറന്റ് ഫാദർ ജോസഫ് ഏറത്ത് എന്നിവർ തിരുനാൾ പരിപാടികൾക്ക് നേതൃത്വം നൽകും. സിറ്റി വിഷൻ, ഉപ്പുതറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൂന്നാറിൽ മണ്ണിടിച്ചിലിൽപ്പെട്ട ഒരാൾ മരിച്ചു. മിനി ലോറിക്ക് മുകളിൽ മണ്ണിടിഞ്ഞു വീണാണ് ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. വീട്ടിൽ സൂക്ഷിച്ച 1 കിലോയിലധികം കഞ്ചാവുമായി ഒരാൾ അടിമാലി നർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പിടിയിലായി. അജീഷാണ് പിടിയിലായത്. കഴിഞ്ഞ 2 മാസമായി മഴ തുടരുന്നു. ജനങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിൽ. മെയ് 2ാം വാരം ആരംഭിച്ച മഴ ഇനിയും നിലയ്ക്കാതെ തുടരുകയാണ്. മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് ഡിവിഷനിൽ അവശനിലയിൽ കണ്ടെത്തിയ കുട്ടിയാന ചെരിഞ്ഞു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.